ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് ആർജി കിരൺ ബേദ്യോ. ഇന്ന് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത് 950 പരം പാട്ടുകൾ കമ്പോസ് ചെയ്യുകയും എത്രത്തോളം രീതികൾ അദ്ദേഹം പെർഫോം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കണക്കില്ല എന്ന് വേണം പറയാനായിട്ട്. US ഒഴിച്ച എല്ലാ രാജ്യങ്ങളും അദ്ദേഹം പെർഫോം ചെയ്തു. അദ്ദേഹത്തെ നമുക്കറിയുന്നത് ഗിറ്റാറിസ്റ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കാനുള്ള റീസൺ അദ്ദേഹം ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസർ ആയിട്ടാണ്. അപ്പോൾ മറ്റാരുമല്ല, സുമേഷ് കുട്ടിക്കലാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻറോൾ ചെയ്തത് ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിലേക്കായിരുന്നു. 55 മില്യൺ വ്യൂസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് അതെ തന്നെയാണ്. അതെ അതെ പറയുമ്പോൾ എല്ലാം പറയുന്നത് ഞാനൊരു എക്സമിനേരി ദൈവവിളി എന്നൊക്കെ പറയുന്നത് അത് നമ്മളുടെ ആഗ്രഹമല്ലല്ലോ, അതൊരു എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവം. അച്ഛനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ 3 കുട്ടികളുടെ അച്ഛനാണ്. ഫീൽഡിലുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നിർത്തിയേക്കാം എന്ന് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ട്. എൻ്റെയൊക്കെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനത്തേക്കാൾ കൂടുതൽ അവഗണനകൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വീഴും, നമ്മൾ ആളുകൾ പലതും ചിലപ്പം പറയും. ലൈഫിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ആളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദാസേട്ടൻ ദാസേട്ടൻ ആരാന്ന്, അതായത് അവന് യേശുദാസിനെ അറിയത്തില്ല. യേശുദാസിനെ അറിയത്തില്ലാത്ത മലയാളിയോ? ആ വിടൻ, ഹീസ് സോ ഗ്രേറ്റ്. താങ്കൾ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുക ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതെ, പക്ഷേ നമ്മൾ ഓരോ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ താങ്കളൊരു നല്ലൊരു മ്യൂസിക് കമ്പോസറാണ്. അത് എവിടെയും പുറത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എത്രത്തോളം പാട്ടുകൾ, ഇപ്പൊ 950 പരം പാട്ടുകൾ കമ്പോസ് ചെയ്തു. അതെ, എത്ര ലാംഗ്വേജിൽ ഇപ്പൊ കമ്പോസ് ചെയ്തിട്ടുണ്ട്? ഞാൻ 3 ലാംഗ്വേജസിൽ ഇപ്പോൾ ഓൾറെഡി ചെയ്തു. ഓക്കെ. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് പോകുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഉരുകി ഉരുകി തീർന്നിട്ട് 55 മില്യണോളം. അതാണ് നമ്മൾ നോട്ടീസ് ചെയ്യാറുള്ളത് ലോകത്ത് എവിടെ ചെന്നാലും. അപ്പം ഞങ്ങളത് ഏകദേശം ഒരു 6ഓളം ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പണിപ്പുരയിലാണിപ്പോൾ. അതെ അതെ അതെ. 55 മില്യൺ വ്യൂസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ആൻഡ് അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, അത് ഇത്രത്തോളം ഹിറ്റ് ആവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കൂടുതലും താങ്കൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്? അവിടെ നിന്നാണ് തുടക്കം. ബേസിക്കലി ഞാനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻറോൾ ചെയ്തത് ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിലേക്കായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ അങ്ങനെ ആ ഒരു ബേസിലാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന കരിയർ തുടങ്ങുന്നത്. അവിടുന്ന് കുറേ പാട്ടുകൾ ചെയ്തു. എനിക്കൊരു 5 വർഷം അടുപ്പിച്ച് ഹിറ്റ് മേക്ക് ചെയ്യാൻ പറ്റി ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു നാടിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റെ സപ്പോർട്ടിലല്ല. കൂട്ടിക്കൽ എന്ന് പറയുന്ന എൻ്റെ നാട്, അവിടെ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല, എല്ലാവരും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടി നിന്നിട്ടല്ല ഞാൻ ഒരിക്കലും അത് ചെയ്തത്. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഓരോ വർഷം ഓരോ ഹിറ്റുകൾ കിട്ടി. അവസാനം ഉരുകി ഉരുകി തീർന്നിടാന്ന് പറഞ്ഞൊരു പാട്ട് മില്യൺസ് വ്യൂസ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതൊരിക്കലും അതിൻ്റെ കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ കേരളത്തിലുള്ളവരല്ല, എനിക്ക് തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദി സ്റ്റേറ്റ്സിൽ നിന്നും ഒക്കെ ആളുകൾ അതിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ട്. ഐ ഡോണ്ട് നോ ദിസ് ലാംഗ്വേജ് ബട്ട് ഐ ലൈക്ക് ദിസ് സോങ്, കമ്പോസിഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് ശരിക്കും മലയാളികൾ മാത്രമല്ല ഇത് ഏറ്റെടുത്ത ആ പാട്ട്. അതാണ് എനിക്ക്. പിന്നെ ഞാൻ അതിന് ശേഷമാണ് ഞാൻ ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്. അതെ അതെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2006 താങ്കൾ ഒരു ഗിറ്റാറിസ്റ്റ് എന്ന രീതിയിൽ? അല്ല, ആക്ച്വലി 2006 ഞാൻ മ്യൂസിക് ഡയറക്ടർ എൻറോൾ ചെയ്തു. 2006 മ്യൂസിക് ഡയറക്ടറായിട്ട് പോകുന്നു. 2017 തൊട്ട്. അതെ 2017 ഞാൻ ആക്ച്വലി പെർഫോമൻസിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്, അതായത് മ്യൂസിക് കമ്പോസർ എന്ന രീതിയിൽ വന്ന് പിന്നെ ഗിറ്റാറിസ്റ്റ് എന്നൊരു സ്വിച്ച് ചെയ്യാനുള്ള റീസൺ? അല്ല, സ്വിച്ച് ഞാൻ ആക്ച്വലി എന്താ പറയുക, ഞാൻ ആക്ച്വലി 2016 എനിക്ക് ദാസാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി, യൂണിവേഴ്സൽ യൂത്ത് ഐക്കൺ അവാർഡ്. ആ സമയത്ത് ആക്ച്വലി എന്നെ ഈ കുറേ സ്കൂളുകളിലേക്കൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ശരിക്കും ഓഡിയൻസ് പാടുപെടും. കാരണം അതുകൊണ്ട് ഞാൻ അത്ര പാടാനായിട്ട് അത്ര വെരി ടാലൻറ്റഡ് ഒന്നുമല്ല. പാട്ട് പറഞ്ഞു കൊടുക്കാനും പാടിക്കാനും അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല സ്കൂളുകളിലും അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ ഇൻവൈറ്റ് ആയിട്ട് ചെല്ലുന്നിടത്തൊക്കെ അവരെന്തെങ്കിലും ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യാൻ പറയും. അപ്പം മോസ്റ്റ്ലി എല്ലാവരും ഓർക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് ഒരു പാട്ടുകാരനാണ്, ഒരു പാട്ട് പാട് എന്നൊക്കെ പറയും. അങ്ങനെ എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു റോള് വേണം അല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി സ്റ്റീഫൻ ദേവസിയുടെ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഞാൻ ഓൾറെഡി കീബോർഡ് വായിക്കും. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഗിറ്റാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്.
പക്ഷേ ഈ ചോദിച്ച പോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നിന്ന് ഒരു പെർഫോമർ എന്നുള്ള ഫീൽഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതിനൊരു നിമിത്തങ്ങളും എനിക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു രാഷ്ട്രീയമല്ല. കാരണം ഇത് പറയുമ്പോൾ ഒരു രാഷ്ട്രീയമായിട്ട് ചിത്രീകരിക്കാം. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും അങ്ങനെ അമിതമായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ ഉള്ള ആളല്ല. പൊതുവെ ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അത് ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹമാണ് ഫ്ലവേഴ്സ് ടി വിയിൽ വിളിച്ചിട്ട് ഇയാളൊരു നല്ലൊരു പെർഫോമറാണ്, ഇയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ദാസാറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തെ അങ്ങനെ ഒരു വേദിയിൽ കോമഡി ഉത്സവം എന്ന് പറയുന്നൊരു ഫ്ലോറിൽ നിങ്ങൾ കൊണ്ടുവരണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടതും എൻ്റെ കഴിവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അത് അന്നല്ല ഇന്നും ചെയ്യുന്ന എൻ്റെ സഹോദരന് തുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഷോൺ ജോർജ്. അദ്ദേഹം വഴിയാണ് ഞാൻ കോമഡി ഉത്സവത്തിൽ വരികയും അങ്ങനെ ആ സെഗ്മെൻറ്റ് മില്യൺസ് വ്യൂസ് വരികയും അങ്ങനെ സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഗീറ്റാർ പെർഫോമറായിട്ട് മാറി. അതാണ് ശരിക്കും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി. ഷോൺ ജോർജ് ആണ് താങ്കൾ ഒരു ഗീറ്റാറിസ്റ്റ്. ഷോൺ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അത് പിന്നീടും എൻ്റെ കരിയറിൽ എനിക്ക് ഉടനീളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി. ഇപ്പം ഞാൻ എൻ്റെ സംശയം എല്ലാവരും സംശയമാണ്, ഈ കീബോർഡും ഗീറ്റാറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആക്ച്വലി രണ്ടും ഒന്നല്ലേ എന്നാണ് ആൾക്കാർ വിചാരം. ഒന്നാണ് എന്ന് രണ്ട് രീതിയിലും പറയാം. ഇത് ഗീറ്റാർ എന്ന് പറയുന്ന ഒരു ലീഡ് ഇൻസ്ട്രുമെൻ്റ്. ആക്ച്വലി കീബോർഡ് എന്ന് പറയുന്നത് ഒരു ബാക്കിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യെങ്കിലും ഗീറ്റാറിനെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു ലീഡ് ഇൻസ്ട്രുമെൻ്റ്. അതായത് ഒരു വോക്കലിന് പകരം നമുക്കൊരു പ്ലേസ് ചെയ്യാവുന്ന കുറേ ടോൺസ്, ബേസിക്കലി സിന്ത് ടോൺസ് ഒക്കെ കൂടുതലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സിന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡും ഗിറ്റാറും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് കാണുമ്പോൾ അറിയാം എൻ്റെ പ്ലേയിങ് സ്റ്റൈൽ. അതുകൊണ്ടാണ് അത് കീ ഗിറ്റാറെന്നും കീറ്റാറെന്നും പറയുന്നത്. ഇതാണ് എൻ്റെ ഡിഫറൻസ്. ഇതിൽ എനിക്കറിയാവുന്ന, ഞാൻ വലിയ മ്യൂസിക്കിൽ വലിയതൊന്നുമല്ല, ആകെപ്പാടെ പള്ളിയിൽ പോകും പാട്ട് പാടും വരത്രേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മളൊരു ഈ കീബോർഡിൽ സൈഡിലൊരു പിച്ച് ബാൻഡ് എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നുണ്ട്. പിച്ച് ബാൻഡ് ഉണ്ട്. ഗിറ്റാറിലാണെങ്കിൽ ഈ പിച്ചിൽ ടച്ച് പാഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. അതിന് ഒരു ഫിംഗർ സെൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ബൈ ഹാൻഡ് നമുക്ക് പ്രസ് ചെയ്യാവുന്ന ഒരു മോഡും ഉണ്ട്. അപ്പൊ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത്, അതായത് സ്റ്റേജിൽ ഒരു ഗിറ്റാറിസ്റ്റ് നമുക്കൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ. ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള റീസൺ, ആൾക്കാർ മൊത്തം ഒരു കീബോർഡിസ്റ്റ് വായിക്കുമ്പോഴും ഗീറ്റാറിസ്റ്റ് വായിക്കുമ്പോഴും രണ്ട് തട്ടില നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഗീറ്റാർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എപ്പോഴും ഒരു സെലിബ്രിറ്റി മോഡാണ്. ഞാൻ എപ്പോഴും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ DJ എന്തുകൊണ്ടാണ് ഒരു മെലഡി പാട്ട് കേൾക്കുമ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവരൊരു EDM എന്തുകൊണ്ടാണ്, ഇലക്ട്രോണിക് മ്യൂസിക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? അത് തന്നെയാണ് ഒരു ഗീറ്റാറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വൺ മാൻ ആയിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ അതിൽ പറ്റും. നമുക്ക് ആകെപ്പാടെ ഗീറ്റാറിസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാരെ മനസ്സിലോടി വരുന്നത് സ്റ്റീഫൻ ലെജൻഡ് ആണല്ലോ. അതെ, ലെജൻഡ്. അപ്പൊ താങ്കളൊരു ഇൻസ്പിറേഷൻ സ്റ്റീഫൻ സ്റ്റീഫൻ ചേട്ടന്റെ പെർഫോമൻസ് ആണ്. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബിഗ് ഫാൻ കൂടിയാണ്. ഫാൻ മൊമെന്റ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 മ്യൂസിക് കമ്പോസറായി. എപ്പോഴാണ്, എവിടെ നിന്നാണ് ഒരു മ്യൂസിക് എന്നൊരു ചിന്ത ജീവിതത്തിൽ വന്നത്? പറയുമ്പോൾ എല്ലാം പറയണം. ഞാനൊരു എക്സ്-സെമിനേറിയനാണ്. ഓക്കെ. അപ്പം ഞാൻ ആ സെമിനാരി വെച്ചിട്ട് ഞാൻ ബലാർഷ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിലാണ് സെമിനാരിയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ വർഷം ഞാൻ ജോയിൻ ചെയ്ത വർഷം നമുക്ക് പീറ്റർ ഡേവിഡ് എന്ന് പറയുന്നിട്ട് ഒരു വലിയൊരു പിയാനോസ്റ്റിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനൊരു അവസരം ഒരാൾക്ക് കിട്ടും. അങ്ങനെ വെരി ലക്ലി സെലക്ട് ചെയ്യപ്പെട്ട ഞാനായിരുന്നു ആ ബാച്ചിൽ നിന്ന്. അന്ന് മനസ്സിൽ ആ കീബോർഡ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മ്യൂസിക് ഡയറക്ടറാണ്, കുറച്ച് പാട്ടുകൾ ചെയ്യണം. അങ്ങനെ ഹിന്ദിയിൽ ആദ്യത്തെ ഭജൻ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഞാൻ സെമിനാരിയിൽ നിന്ന് പോകുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. കാരണം എൻ്റെ ബേസ് അതായതുകൊണ്ട് ഞാൻ അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് സെമിനാരിയിൽ വന്നു എന്നൊരു നല്ല ചോദ്യമാണ്. ആക്ച്വലി നമ്മളെപ്പോഴും പറയുമ്പോൾ ദൈവവിളി എന്നൊക്കെ പറയുന്നത് അത് നമ്മളുടെ ആഗ്രഹമല്ലല്ലോ, അതൊരു എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാനെപ്പോഴും തമാശയ്ക്ക് പറയും, അച്ഛനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ 3 കുട്ടികളുടെ അച്ഛനായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറയാമല്ലോ. ആക്ച്വലി അത് സത്യം പറഞ്ഞാൽ
അതൊരു ദൈവ തീരുമാനം തന്നെയായിരുന്നു ഞാനിങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആകണമെന്നും. ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഞാനിപ്പോൾ എവിടെ പെർഫോം ചെയ്യാൻ ചെന്നാലും എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓടി വന്ന് പറയുന്നവരുണ്ട്, ഞങ്ങൾ ഉരുകി ഉരുകി പാട്ടിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ സെമിനാരിയിൽ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പാട്ട് സംഭവിക്കില്ല. ഇന്ന് ലക്ഷങ്ങൾ അത് പള്ളികളിലും ഒക്കെ പാടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തീരുമാനം ചിലപ്പോൾ അതായിരിക്കും, എന്നിലൂടെ അങ്ങനെ ഒരു സംഭവം മാറണം. പക്ഷെ അച്ഛനായാലും നമുക്ക് പാട്ട് പാടാമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും. അല്ല, താങ്കൾ സ്വയം തീരുമാനിച്ചതാണോ ഒരു അച്ഛനാവണം, അല്ലെങ്കിൽ വീട്ടിൽ? എൻ്റെ ഭയങ്കര ഇൻറ്റൻഷൻ ആയിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ സെമിനാരിൽ പോയി കഴിഞ്ഞപ്പം എനിക്കറിയില്ല, അത് മൈൻഡ് അങ്ങനെ അങ്ങ് മാറിയതാണ്. ഫാമിലിയിൽ ആരൊക്കെ, എവിടെയാണ്? വൈഫ് സുമേഷ് കുട്ടിക്കലല്ല, സുമേഷ് ജോസ് എന്നാണ് യഥാർത്ഥ. അതെ, സുമേഷ് ജോസ് എന്ന് പറയുന്ന പേരിൽ നിന്ന് സുമേഷ് കൂട്ടിക്കലായി മ്യൂസിക് ഡയറക്ടർ ആയി. ഞാൻ ബേസിക്കലി എൻ്റെ ഒഫീഷ്യൽ നെയിം അത്. അപ്പൊ കുറച്ചു നേരം സുമേഷ് ജോസിന്റെ ജീവിതം പറയട്ടെ. വൈഫ് നേഴ്സാണ്, പിന്നെ 3 കുട്ടികളുണ്ട് എനിക്ക്, പിന്നെ പപ്പയും മമ്മിയുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു 2-2.5 വർഷമായി ഞങ്ങൾ എറണാകുളത്തേക്ക് മാറി. ആക്ച്വലി കൂട്ടിക്കൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നത് കൂട്ടിക്കൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും ഒരു പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രളയം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചു സ്ഥലമാണ്. അങ്ങനെയാണ് കൂട്ടിക്കൽ. പിന്നെ കൂട്ടിക്കൽ ഒരുപാട് കലാകാരന്മാരുടെ ഉള്ളൊരു നാട് തന്നെയാണ്, ഒരുപാട് കലാകാരന്മാർ ഉള്ളൊരു നാടാണ്. അതിൽ ചെറിയൊരാളാണ് ഞാൻ. ചെറിയൊരാളാണ്, വലിയൊരാളാണ്. അല്ലാതെ 900 പാട്ടുകൾ കമ്പോസ് ചെയ്തില്ല. അതുമാത്രമല്ല, പെപ്സി ഒരു അവാർഡിന് ഷോയിൽ ഞാൻ അവാർഡ്സ് പെപ്സിയുടെയും പിന്നെ ഏഷ്യൻ പെയിന്റ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത വ്യക്തിയാണ്. ക്രിക്കറ്റ് 2021 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് തീം സോങ് കമ്പോസ് ചെയ്ത ആളാണ്. അപ്പോൾ ഒരു ചെറിയ ആളല്ല ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത്? അല്ല, അത് ആക്ച്വലി എന്നെ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അന്നത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് അബ്ദുൾ റഹ്മാൻ സാറായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പോർട്സ് റിലേറ്റഡ് ഒരു സോങ്ങുമായിട്ട് ചെല്ലുകയും അങ്ങനെ സാറാണ് എന്നെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും സാറ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ആളുകളുമായിട്ട് ഉള്ള ഒരു കണക്ഷനിലേക്ക് വരികയും അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്കൊക്കെ വന്നത്. അതിനെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് സ്പോർട്സ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സോങ്ങിലേക്കും. അന്ന് ആ പാട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഫുട്ബോളിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊരു ഇൻസ്പിറേഷനായിട്ട് മനസ്സിൽ വന്നു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അതിന് വലിയൊരു വൈഡ് റെസ്പോണ്ട് തന്നെയാണ് എനിക്ക് നല്ല ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള, കാരണം സ്പോർട്സ് റിലേറ്റഡ് എപ്പോഴും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു തീം സോങ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആ ഒരു തീം എങ്ങനെയാണ്, ആ ഒരു മ്യൂസിക് കമ്പോസിഷൻ, അതിന്റെ ഒരു ആക്ച്വലി എങ്ങനെയാ ട്യൂൺ കണ്ടുപിടിച്ചു? അതാണ് നമുക്ക് അറിയുന്നത്. അല്ല, അത് ആക്ച്വലി എനിക്ക് സ്പോർട്സ് സോങ്സിനോട് പൊതുവേ എനിക്ക് ഭയങ്കര താല്പര്യം ഉള്ള ഒരാളാണ് ഞാൻ. പൊതുവെ അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ്ങും കമ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അത് ആ ഒരു ഈവന്റ് ഇതുവരെ നടക്കാത്തതുകൊണ്ട് അത് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. അതെപ്പോൾ വേണേലും നടക്കാമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിലും നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങി ഈ അർജന്റീൻ ഫുട്ബോൾ ടീമിന്, അതും എൻ്റെ ഒരു വൈഡ് വിഷനായിരുന്നു നേരത്തെ തൊട്ടുള്ളത്. കാരണം കേരളത്തിലെ പല കലാരൂപങ്ങളുണ്ട്, ആ കലാരൂപങ്ങളെയും അർജന്റീനൻ ഫുട്ബോൾ പ്ലേയേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാട്ട്. ഒരു 1 മിനിറ്റേ ഉള്ളെങ്കിലും ആ ടീമിലെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് കീറ്റാറും അതിനകത്ത് വേറൊരു വലിയൊരു കാര്യം കൂടെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കീറ്റാറും ഈ ഫുട്ബോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ രംഗങ്ങൾ അതിനകത്തുണ്ട്. കംപ്ലീറ്റ്ലി കീറ്റാർ മാത്രം യൂസ് ചെയ്യാം. അതെ, കീറ്റാറിൽ നമ്മൾ ആ ട്യൂൺ വായിച്ചിട്ട് ആ ട്യൂണിൽ നമ്മൾ ഓരോ അർജന്റീനിയൻ പ്ലേയേഴ്സിനെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പം അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ട് നമ്മളെയും, കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ, ഓഫ് കോഴ്സ് എല്ലാ ടീമിനും ഫാൻസ് ഉണ്ട്, എങ്കിൽ പോലും അർജന്റീന എന്ന് പറയുന്നത്, ഞാനൊരു അർജന്റീൻ ഫുട്ബോൾ ഫാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒരു മെസ്സിയുടെ, എൻ്റെ അടുത്ത് ചോദ്യം അതായിരുന്നു, അർജന്റീന ഫാനാണോ എന്നുള്ളത്. കാരണം ഞാൻ മെസ്സിയുടെ ഒരു വലിയ ഫാനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പാട്ട് അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ നമ്മുടെ കേരളവുമായിട്ട് കണക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു പാട്ടല്ല, നമ്മളുടെ കലയും അർജന്റീനൻ ഫുട്ബോളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് അങ്ങനെ ഒരു പാട്ട്
ഒറിജിൻ ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2026 ഫിഫ ഇങ്ങനെ ചൂടോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആര് കപ്പെടുക്കും? അല്ല, ഞാനൊരു അർജന്റീന ഫാൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അർജന്റീന അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. പിന്നെ നല്ല ടീംസ് ഉണ്ട് ഇപ്രാവശ്യം, നല്ല ടീംസ് ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഫുട്ബോളല്ലേ, ആഗ്രഹിക്കുക, അതെ, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, അതെ, ലക്കും കൂടിയാണ് ഇതിന്റെ ഒരു 100%. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത ചോദ്യം അതാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വോക്കൽ പഠിച്ചിട്ടില്ല, ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. വോക്കലിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആൾക്കാരൊക്കെ ഒരു വിചാരം പാട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ സംഗീതം, ശുദ്ധ സംഗീതം പഠിച്ച് കർണാടിക്കോ അല്ലെങ്കിൽ വെസ്റ്റേണോ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മാത്രമാണ് മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പ്യൂസറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ആവുക എന്നൊരു ചിന്താഗതി ഉണ്ട്. ഐ ഡോണ്ട് ബിലീവ്. കാരണം എന്താണെന്നറിയാം, അങ്ങനെ ഞാൻ അതിൽ അധികം വിശ്വസിക്കുന്ന ആളല്ല. ഓക്കെ, ജ്ഞാനം വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബ്രോ ഉദ്ദേശിച്ചത് ഡയറക്ട്ലി ഫ്രം എ ടീച്ചർ, അതാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഗുരുവിന്റെ അടിയിലിരുന്ന് പെട്ടിക്ക് വെച്ച് നമുക്ക് ജ്ഞാനം നേടിയെടുക്കാനായിട്ട് ഒരുപാട് വഴിയാണ്. നോളജ് എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് ഒരുപാടുണ്ടല്ലോ, അതെങ്ങനെ വേണമെങ്കിലും ഒബ്റ്റെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത് അത് ത്രൂ ഔട്ട് ദ പ്രാക്ടീസ് ആണെങ്കിൽ അത് മറ്റെവിടുന്ന് പഠിക്കുന്നതിലും എൻ്റെ ലൈഫിൽ അത് അസറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞ് മറ്റേത് മോശമാണെന്നോ അല്ലെങ്കിൽ സംഗീതം പഠിക്കരുതെന്നോ അല്ല. സംഗീതം പഠിക്കുന്നവരെ അത് അവർക്കൊരു ഗ്രേഡ് ഉണ്ട്, അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന സംഗീതം അല്ലെങ്കിൽ നമ്മൾ വഴി വെട്ടിയെടുക്കുന്ന ഒരു മേഖല, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അൺബീറ്റനാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ പാഷൻ. ഇതിന് എല്ലാത്തിനും ഒരു പാഷൻ വേണം, അത് കറക്റ്റാണ്, അതാണ് എൻ്റെ ബേസിക്. അപ്പോൾ എങ്ങനെ താങ്കൾ ഒരു പാട്ട് പഠിച്ചിട്ടില്ല, കീബോർഡ് പഠിച്ചോ? എൻ്റെ കീബോർഡ് അല്ലല്ലോ നമുക്ക് സംഗീതം എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി റെഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റെഫറൻസുകൾ. ഞാൻ കൂടുതലും ഒരുപാട് പാട്ടുകൾ കേൾക്കും, ഒരുപാട് ലാംഗ്വേജിലുള്ള പാട്ടുകൾ കേൾക്കും. അവർ ചെയ്യുന്ന വേസ് നമ്മളെ ഇൻസ്പയർ ചെയ്യും. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു വഴി, ഒരു നിയമത്തിൽ നിന്നിട്ടല്ലാതെ നമ്മുടേതായിട്ടുള്ള വഴികളിൽ എന്താ പറയുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. പക്ഷെ അതെനിക്ക് എൻ്റെ ശരിയാണെന്ന് മാത്രം പറയാൻ പറ്റും. ശരിയുള്ളതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഇത്രയധികം പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് എത്ര സ്റ്റേജുകൾ താങ്കൾ ഇപ്പോൾ പെർഫോം ചെയ്തു? ഞാൻ US ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം 9th നമ്മൾ ഓസ്ട്രേലിയ ചെയ്യാണ്, 1.5 ആഴ്ച. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ഓണം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഓണത്തിന് നാട്ടിലുണ്ടാവില്ല? അതെ, അതെല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. നമ്മൾ കലാകാരനായ മാറി മുതൽ നമുക്കിതാണ് നമ്മുടെ അവസ്ഥ. ഒരു വിശേഷ ദിവസങ്ങളിലും നമുക്കിവിടെ ഉണ്ടാവാൻ പറ്റില്ല. പക്ഷെ എക്സാക്ട്ലി ഓണത്തിൻ്റെ അന്ന് ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. നമ്മളൊന്ന് പോയിട്ട് വരും. വീണ്ടും ഞാൻ UK ആണ് ഓണം ഷോ. ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതൊക്കെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. തീർച്ചയായും കഴിവിന്റെ ഒരു ലൈഫ് അച്ചീവ്മെന്റ് ആണ് അങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടാൻ, അങ്ങനെ ഒരു ഉറപ്പായിട്ടും അവസരങ്ങൾ കിട്ടാൻ. അല്ല, തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് ഒരു രാജ്യത്ത് പോവുക, ജോലി എടുക്കുക, ഓക്കെ, അത് വേറൊരു അച്ചീവ്മെൻ്റ് ആകട്ടോ. പക്ഷേ നമ്മളൊരു കലാകാരനായിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പെർഫോം ചെയ്യുക, അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്യുക, അടുത്ത സ്ഥലത്ത് 2 ദിവസം സ്പെൻഡ് ചെയ്യുക, ഇത് ഭയങ്കര അതൊരു വേറൊരു രസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് അങ്ങനത്തെ ഒരു ഫീൽഡിൽ എത്തിപ്പെടണമെന്നാണ്. പക്ഷെ ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിച്ചു അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കീപ്പ് ഓൺ ട്രൈങ് ഫോർ ദ ഗോൾസ് എന്നാണ് പറയേണ്ടത്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീഴ്ചകളുണ്ടാവും 100%. കാരണം ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, ചിന്തിക്കുന്ന കാര്യമുണ്ട്. ലോകത്തിൽ നമ്മൾ ഏത് ലെജൻസിനെ എടുത്താലും, ഇപ്പം നമ്മൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ആക്ച്വലി അയാളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പൊക്കമില്ല എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളാണ്. ഇന്ന് ലോകത്തിലേക്ക് വെച്ച് ഒരു കഴിവിൻ്റെ കാര്യം എടുത്താൽ ഏറ്റവും കൂടുതൽ അതിൽ പൊക്കം കൂടിയ മനുഷ്യൻ അതായത് തന്നെയാണെന്ന് നമുക്ക് പറയാം, അല്ലേ? റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. നമ്മളുടെ വീഴ്ചകളാണ് നമുക്ക് നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വീഴും. ആളുകൾ പലതും ചിലപ്പം പറയും. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെയൊക്കെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനത്തേക്കാൾ കൂടുതൽ അവഗണനകൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട്. പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അവഗണനയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയും എനിക്ക് എൻ്റെ മേഖലയിൽ എനിക്ക് മെച്ചപ്പെടാൻ പറ്റില്ലായിരുന്നു. അതാണ് നമ്മളുടെ അസറ്റ്. ഇൻസൾട്ടാണ് മുരളി. 100%. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇൻസൾട്ടും
അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട മൊമെന്റുകൾ? ഒരുപാട്. ഞാൻ ഏറ്റവും വിഷമിച്ച ഒരു സന്ദർഭം എന്ന് അല്ല, പറയാം. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ബൈ ബർത്ത് ഞാനൊരു കലാ ഫാമിലിയിൽ നിന്ന് വന്നയാളല്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കലാ സപ്പോർട്ടിൽ വന്നിട്ടുള്ള ആളല്ല. എൻ്റെ ഫാമിലിയിൽ കലാകാരന്മാരില്ലെന്നല്ല, പക്ഷേ ഞാൻ അങ്ങനെ ഒരു വലിയൊരു ബേസിൽ നിന്നൊന്നും വന്നയാളല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അവഗണനകൾ കിട്ടിയതും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണു. ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്ന ഒരാൾ ഒരു ഒരു ഗീറ്റാറുമായിട്ട് ഇറങ്ങി എന്ന ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവൻ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ നമ്മുടെ നാട്ടിലെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഇന്ന് സ്നേഹമാണ്. കാരണം അങ്ങനെ അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇതിനൊരു മൈലേജ് കിട്ടത്തില്ലായിരുന്നു. ഒത്തിരി പേര് ഫീൽഡിലുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നിർത്തിയേക്കാം എന്ന് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ആര് പിടിച്ചു? അല്ല, അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളെന്ന് പറയുന്നത് KG മാർക്കോസ്. എൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ ഡിവോഷണൽ ഞാൻ പാടിക്കുന്നത് മാർക്കോസ് ചായനെ കൊണ്ടാണ്. മാർക്കോസ് ചായൻ എനിക്കത് റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ₹1 പോലും അന്ന് അന്നല്ല, ഇന്നും സ്റ്റാറാണ്. അന്ന് മാർക്കോസ് ചായൻ എന്ന് പറഞ്ഞാൽ ദാസാർ കഴിഞ്ഞാൽ മലയാളത്തിൽ അന്ന് എൻ്റെ CD റിലീസ് ചെയ്ത് തരാൻ വേണ്ടി കൂട്ടിക്കൽ വന്ന് ₹1 പോലും മേടിക്കാതെ റിലീസ് ചെയ്ത് തന്നിട്ട് എൻ്റെ പപ്പയോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് ഒരു പക്ഷേ ഇന്ന് ഇവിടെ എന്നെ ഇരുത്തുന്നത്. അതായത്, ഇവൻ ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു വാക്കാണ് ശരിക്കും എന്നെപ്പോലൊരു കലാകാരൻ ഇന്ന്. അത് മാർക്കോസ് ചായൻ എന്ന് പറയുന്നൊരു വ്യക്തിയോട് എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം ഈ കാര്യമൊക്കെ പറയുകയുണ്ടായി. ഒരു വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നേരത്തെ ഒരു ലെജൻഡ് പേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതുകൊണ്ട് ചോദിക്കാണ്ട്, ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു അവാർഡ് മേടിച്ചൊരു വ്യക്തി കൂടിയാണ്. ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു മ്യൂസീഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ സാധ്യതയുള്ളത്, മലയാളിയാണെങ്കിൽ പറയും ദാസാർ എന്ന് പറയും, ഇനി മലയാളി അല്ലെങ്കിലും പറയും, പിന്നെ AR റഹ്മാൻ സാർ. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു വലിയ ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള സംഭവം. ദാസാറിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ദാസാറിൻ്റെ കൂടത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഇതുപോലെ ഒരുമിച്ചിരിക്കാമെന്നോ. ഞങ്ങൾ ഒരുമിച്ച് 1-2 സ്റ്റേജ് മാത്രമല്ല ഇതുപോലെ സാറിൻ്റെ റൂമിൽ എന്നെ വിളിപ്പിച്ചു. സാറിൻ്റെ റൂമിൽ സാറിനെ മീറ്റ് ചെയ്തു. സാർ എനിക്ക് ഒരുപാട് അഡ്വൈസസ് തന്നു. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് എന്താ പറയുക, ദാസാറിനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം. എൻ്റെ ഫസ്റ്റ് മൂവി ചിന്നദാതയിലെ ആദ്യത്തെ പാട്ട് യേശുദാസ് സാറാണ് പാടി. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി. പിന്നെ 2016 ദാസാറിൻ്റെ കയ്യിൽ നിന്ന് ആ കൈകളിൽ നിന്ന് ഒരു അവാർഡ്. അത് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചിട്ടുണ്ട്, അതും കൂടെ പറയണം ഇതിൻ്റെ കൂടെ. അതായത് പഴയ തലമുറയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന 3 പേരോടൊപ്പം, അതായത് പൂവച്ചൽ ഖാദർ സാറ്, S രമേശൻ നായർ സാറ്, ഗിരീഷ് പുത്തഞ്ചേരി, ഇവർക്ക് 3 പേരുടെ ലിറിക്സിന് മ്യൂസിക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ഈ ജനറേഷനിലെ ചുരുക്കം ചിരിൽ ഒരാളാണെന്ന് പറയാം. ഏക വ്യക്തി എന്ന് വേണമെങ്കിലും പറയാം. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പം ഞാൻ നമ്മുടെ അങ്ങനെ ഒരുപാട് ഈ 3 പേര് ശരിക്കും ഞാൻ കാണാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള, അവരുടെ കൂടെ മ്യൂസിക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് മാത്രമല്ല, പിന്നെ JC ഡാനിയൽ അവാർഡും കൂടി, അത് വലിയൊരു അവാർഡ് തന്നെയാണ്. JC ഡാനിയൽ ഫിലിം വെൽഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് സംഗീത മേഖലയ്ക്കുള്ള ഒരു സമഗ്ര സംഭാവന എന്ന് കൺസിഡർ ചെയ്തിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. അത് മാത്രമല്ല, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ താങ്കളുടെ ബയോ മൊത്തം നോക്കുമ്പോൾ അവാർഡുകളുടെ ഒരു പെരുമഴയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഓരോ വേദിയിലും പെർഫോം ചെയ്തിറങ്ങുന്നു, ഓരോ ആൾക്കാർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ലൈക്ക് അവരുടെ സ്നേഹ സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. അതിലെന്നും മറക്കാൻ പറ്റാത്ത സ്നേഹ സമ്മാനം ഒന്ന് പറയാൻ പറ്റും? അത് മറക്കാൻ പറ്റാത്ത സ്നേഹ സമ്മാനം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ വേദിയിലും ചെല്ലുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് തോന്നുന്നത് ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഗിറ്റാർ പെർഫോമറായിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടവും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരികയും നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതിലാണ്.
അപ്പോൾ ഈ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവർ പ്രത്യേകിച്ച് നമ്മളുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ കൺസിഡറേഷൻ, അത് നമുക്ക് ഭയങ്കര ഫീലാണ്. നമ്മൾ അതൊരു ഒരു അനുഭവിക്കണം. കാരണം അത്രയ്ക്കും അവർ നമ്മളെ കെയർ ചെയ്യും, നമ്മളെ കൊണ്ടുപോയി കാണിക്കും പല സ്ഥലങ്ങൾ. അതൊക്കെ അവർ അത് ഭയങ്കരമാട്ടോ അതൊരു. പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു മോശം അനുഭവം, നമ്മൾ എത്രയൊക്കെ നല്ല പെർഫോമൻസ് ചെയ്താലും ചില ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെ ചോദിക്കാൻ റീസൺ പലപ്പോഴും പല സ്റ്റേജിലും ഏതെങ്കിലും ഒരു അലമ്പൻ എന്ന് തന്നെ പറയാം, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി ലൈഫിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നല്ല പീക്കായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, നല്ല ഓഡിയൻസ് സപ്പോർട്ട്. ഒരു കലാകാരൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് പാരലായിട്ട് വേറൊരു ട്രാക്ക് അങ്ങ് പ്ലേ ചെയ്തു. അതായത് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് വേറൊരു ഓഡിയോ പ്ലേ ചെയ്യുക. അപ്പം ഇത് മോണിറ്ററിലില്ല. അപ്പം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്തോ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അറിയില്ല. എന്തോ ഒരു ഡിസ്കംഫോർട്ട് ത്രൂ ഔട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ആ കലാകാരൻ്റെ പിണക്കമൊന്നുമില്ല. ഞാൻ ആ കലാകാരൻ്റെ കൂടെ പിന്നെയും സ്റ്റേജസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഈഗോ പ്രോബ്ലം ചിലപ്പോൾ ആയിരിക്കാം. താങ്കളുടെ ഒരു സിംപ്ലിസിറ്റി, അതാണ് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, അത് അദ്ദേഹത്തിൻ്റെ ശരിയായിരിക്കാം കേട്ടോ. നമ്മളതിനെ ഒരിക്കലും ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതാണെങ്കിലോ, ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താ പറയുക, വെരി കൈൻഡഡ് പേഴ്സൺ എന്നോട് പറയാനായിട്ട് വന്നപ്പോട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ചിരിച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അത് തന്നെയാണ് താങ്കൾ സക്സസ് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വാട്ട് അബൌട്ട് യുവർ മൂവീസ്? ഇപ്പോൾ ഒരു 6-7 പടത്തിൽ 6 സിനിമകൾ കഴിഞ്ഞു. മലയാളം ഞാൻ 6 സിനിമകൾ ചെയ്തു. ഇനി ഇപ്പം അടുത്ത ഒരു കത്തനാറുടെ കുമ്പസാരം എന്ന് പറയുന്ന പടം ഇറങ്ങാൻ പോകുന്നു. കമ്പോസിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു വലിയൊരു എക്സ്പെക്ടേഷനിലാണ് ഇരിക്കുന്നത്. എന്നാ റിലീസ് വരുന്നത്? അത് ഏകദേശം 2 മാസം കൂടെ ഉണ്ടാവും. കാരണം ഇനി ഫൈനൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഇനി ഏകപ്രതീക്ഷ. സോറി, അല്ലല്ല മ്യൂസിക് കമ്പോസിഷൻ ഞാൻ അങ്ങനെ അധികം ഈ ഇടയ്ക്ക് അങ്ങനെ അധികം ചെയ്തില്ല. കാരണം കൂടുതൽ പെർഫോമൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ അർജൻറ്റീനയുടെ പാട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ലേറ്റസ്റ്റ്. അതെ. മിസ്റ്റർ ഹാക്കറിലാണ് ലാസ്റ്റ് കമ്പോസ് ചെയ്ത് നിർത്തിയത്. പിന്നെ ഇപ്പോഴാണ് അടുത്തൊരു അനൗൺസിങ്. അതെ മിസ്റ്റർ ഹാക്കർ ആയിരുന്നു ലാസ്റ്റ് ചെയ്തത്. അതെ. ഇപ്പം നമ്മൾ ഇത്ര നേരം മ്യൂസിക്കിനെ പറ്റി ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് കാര്യം ഞാൻ ചോദിക്കുകയാണ്. സാധാരണ മ്യൂസിക്കിൻ്റെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോഴൊക്കെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പോൾ യേശുദാസ് അല്ലെങ്കിൽ അങ്ങനെ വലിയ ലെജൻസ് അവരുടെ കാര്യങ്ങൾ മാത്രമേ പറയാം. അതല്ലാതെ താങ്കളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ മ്യൂസിക് ഫീൽഡിൽ നിന്ന്? അല്ലാതെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ ഒരു എനിക്ക് ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ട് കാണും, കൊച്ചിയിലുള്ള ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറയുന്ന ഒരു ക്രൂയിസ്. ആ ക്രൂയിസിൻ്റെ ഓണറുണ്ട്, നിഷിജിത്ത് എന്ന് പറയും. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദര തുല്യനാണ്. മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഇന്ന് എനിക്ക് തോന്നുന്നത് മറൈൻ ഡ്രൈവിലുള്ള ഏകദേശം ക്ലാസിക് എന്ന് പറയുന്ന ആ ബോട്ടും എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ട് ഇത്രയും കേരളത്തിലെ ഏക വെസൽ 50 മീറ്റർ നീളം കൂടിയ വെസൽ ചെയ്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പല ഇംപ്ലിമെൻറ്റേഷൻ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്നെ ഞാൻ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ഏതാണ്ട് ഒരു 2 കോടിയോളം രൂപ വരുന്ന ഒരു സൗണ്ട് സിസ്റ്റവും ഒരു ലൈറ്റ് സിസ്റ്റവും അവരുടെ ഷിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 2 കോടി. യെസ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ചേട്ടാ ഈ 2 കോടി മുടക്കുന്നത്? ഒരു 3-4-5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല സാധനം ഇന്ത്യ കിട്ടും. അദ്ദേഹം മേയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തിനാണ്? നോർമലി ഇതിനകത്ത് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ 4 മണിക്കൂർ കടലിൽ പോകുന്ന ഒരു വെസലാണത്. അപ്പോൾ എന്തിനാണ് ഇതിൽ ഇത്രയും പൈസ മുടക്കിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ആൻസർ, അതെൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഈ കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഈ വെസലിൽ 2 പേര് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് ലയണൽ മെസ്സി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഡ്രീം പറഞ്ഞ. 2 AR റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ ഈ വെസലിൽ AR റഹ്മാൻ വരുന്നു. അപ്പോൾ ആളുകൾ സാറിനോട് പറയണം, റഹ്മാൻ സാർ ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ സൗണ്ടിലേക്ക് നോക്കിയിട്ട് എനിക്ക്
പാടാനായിട്ട് പറ്റിയൊരു സിസ്റ്റം വേണം എന്ന് പറയാൻ ഇടവരരുത്. സി അത് ഞാൻ ഇത് പറയാൻ കാരണം എത്രത്തോളം വൈഡാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. അങ്ങനെ ഒരാൾ ഇതിൽ വരുമോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രീം ഇത് പണിതപ്പം ഇന്നയാൾ ഇവിടെ വരണമെന്നാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനകത്ത് കാര്യങ്ങൾ ചെയ്തു. ഇത് എന്നെ എൻ്റെ ഫീൽഡിൽ അല്ല മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ. എന്നെ ഇൻസ്പയർ ചെയ്ത. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, സോ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ എക്സ്ട്രീം ചെയ്തോ, റിസൾട്ട് നാളെ ഉണ്ടാവും. 100% ഐ ബിലീവ് റഹ്മാൻ സാറും ഈ മെസ്സി എന്ന് പറയുന്ന വ്യക്തിയും ഒരു ദിവസം അതിൽ വരും എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോകും. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷിജിത് ജോൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. അതെ, അതായത് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം അതാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ സ്വപ്നം ഇതാണ്. ഞാൻ ഈ ബോട്ട് നിർമ്മിക്കുമ്പോഴും ഐ കീപ് ദിസ് ഡ്രീം. അതായത് റഹ്മാൻ എന്ന് പറഞ്ഞ വലിയൊരു ലെജൻഡ് ആണ്. ഹോൾ വേൾഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആണ്. അദ്ദേഹം വന്നിട്ട് സ്പീക്കറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സാധാ യമഹ. അതെ, അത് നോക്കാൻ, അത് പറഞ്ഞ വാക്കാണ്. അദ്ദേഹം നോക്കാൻ പാടില്ല. അദ്ദേഹം ഓക്കെ ഞാൻ പാടാം എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നേ ഇവിടെ ചെയ്തു വെക്കണം. അത് ബിക്കോസ് ദിസ് ഇസ് മൈ ഡ്രീം. അത് തന്നെയാണ് താങ്കളുടെ കമ്പോസിങ്. ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാ ഇതിലും കമ്പോസിങ് ആണെങ്കിലും എൻ്റെ ഒരു എക്സ്ട്രീം, നാളെ ഇന്ന് മാത്രമല്ല നാളെയും ആ പാട്ട്. അതെ, ഞാൻ അന്ന് മുതൽ ഞാനും ചിന്തിച്ചു തുടങ്ങി. സോ ഐ ഷുഡ് ഡു ഓൾ ദ തിങ്സ് ഇൻ എ എക്സ്ട്രീം ലെവൽ. അതാണ് എൻ്റെ ഒരു ഫോക്കസ്. ഞാൻ ഇന്നിപ്പോൾ ഇന്റർവ്യൂവിന് താങ്കൾ ഇവിടെ വിളിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഗിറ്റാറായിട്ട് വരും, നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാം, നമ്മുടെ ഓഡിയൻസ് എപ്പോഴും എന്നിൽ നിന്ന് ആൾക്കാർ സംതിങ് ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ഓക്കെ, എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സാധനം മ്യൂസിക് റിലേറ്റഡ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ബേസിക്കലി. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇൻസ്ട്രുമെന്റിൽ എന്നെ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്, എങ്ങനെയാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ അതിനൊരു ഐഡിയാസ്? അല്ല, ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുതൽ ഐ കീപ്പ് ഓൺ ഗോയിങ് ലിസണിങ് ടു ഡിഫറെൻറ്റ് സോങ്സ്, ഡിഫറെൻറ്റ് മൂഡ്സ്. ഇപ്പം ഞാൻ ചില സമയത്ത് ഇനി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഗസൽസ് കേൾക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര മൂഡാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഒരു ഫ്രണ്ട് സർക്കിളൊന്നും അങ്ങനെയുള്ള ആളല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ലോകം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ മ്യൂസിക്കാണ് ഓൾവേസ് എൻ്റെ ഒരു കമ്പനി. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണ്? അങ്ങനെയില്ല, അത് ടേസ്റ്റ് ഉണ്ടാവും. താങ്കളുടെ ഒരു ടേസ്റ്റ്? അല്ല, എനിക്ക് മെലഡി സോങ്സ് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ മെലഡിക്കല്ല ഫോക്കസ് ചെയ്യാറ്. പക്ഷെ എനിക്ക് മെലഡി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. റഹ്മാൻ സാറിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ഞാൻ ചോദ്യം. അയ്യോ, ഞാനിപ്പോഴും എൻ്റെ എവർഗ്രീൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം കാതൽ റോജാവേ എന്നുള്ളത്. അത് എനിക്ക് എപ്പോഴും അത് നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ ഇന്ന് കേട്ടാലും ഭയങ്കര രസമുള്ള പാട്ടല്ലേ. പാടാൻ പറഞ്ഞാൽ പറ്റുമോ? പാടാൻ പറയരുത്, പാടാൻ പറഞ്ഞാൽ പാടുപെടും. നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് താങ്കൾ വിളിക്കുമ്പോൾ ആര് വിളിച്ചാലും നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുമല്ലോ. താങ്കൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് പേര് താങ്കൾ പ്രശംസിച്ചായി ഞാൻ കണ്ടു. അതിൽ എടുത്തു പറയുന്നത് യേശുദാസും അതുപോലെ ദാസേട്ടനും ജയറാമും, അങ്ങനെ ഒരുപാട് പേര്. അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദാസാറ എന്നെക്കുറിച്ച് പറഞ്ഞത് അവാർഡ് സെറിമണി വെച്ചിട്ടാണ്. അത് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്ന ആള് എങ്ങനെ ഇത്രയും പാട്ട് ചെയ്തു, അദ്ദേഹത്തിന് മുകളിൽ നിന്നൊരു പവർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു രീതിയിൽ ദാസാർ പറഞ്ഞു. അതെനിക്ക് ദാസാറിൻ്റെ ഒക്കെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വരിക എന്ന് പറയുന്നത്, അല്ലെ എൻ്റെ പേര് പരാമർശിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ലക്കിയസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പം ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞു. ജയറാമേട്ടൻ എനിക്ക് തിരുവല്ല നഗരസഭയുടെ 100ാം വാർഷികം അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്താണ് ജയറാമേട്ടൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റീഫൻ ദേവസി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആരാധകരുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് വയലാർ ശരത്ചന്ദ്രവർമ്മ സാറാണ്. അത് മസ്കറ്റിൽ ഒരു ഷോയ്ക്ക് വെച്ചിട്ടാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട്, വയലാർ ചന്ദ്രവർമ്മ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ ഷോയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്ന സമയത്ത് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ സാറ് ഇരിപ്പുണ്ട്.
അപ്പം ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, സാർ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി എൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു, ഹേ ഐ ആം ബിഗ് ഫാൻ ഓഫ് യു. എൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു, സാർ അയ്യോ ഞാൻ അപ്പം അത് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഗിറ്റാർ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരിട്ട് കാണാനായിട്ട് വന്ന എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സാർ ആ ഒരു വീഡിയോയും സാറ് തന്നെ ചെയ്തിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര മൈലേജ് തന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ രാജീവ് ആലിങ്കൽ സാറ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 സിനിമകൾ ഞാൻ മ്യൂസിക് ചെയ്ത് രാജീവ് ആലിങ്കൽ സാറിൻ്റെ ലിറിക്സിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാജീവ് ആലിങ്കൽ സാറ് വെട്ടത്തിലൊക്കെ എഴുതിയ പാട്ടുകൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടില്ലേ ഇനിയും കൊതിയോടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് സാറ് അന്ന് സ്റ്റുഡിയോ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് സാർ ഒരു വീഡിയോ ചെയ്തു. അതിൽ സാറ് എന്നെക്കുറിച്ച്, സാറിൻ്റെ കമ്പോസിഷനെ കുറിച്ചൊക്കെ സാറ് പറയുന്നുണ്ട്. അതെനിക്ക് ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര മൈലേജ് തന്നവർ, അല്ലെങ്കിൽ എനിക്കൊരു പവർ തന്നതാണ് സാറിൻ്റെ ഒക്കെ. ഒരാൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ നമ്മളെ പറ്റി പറയുക, സമൂഹത്തിനോട് പറയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ്. അതെ. അതുപോലെ തന്നെ പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തമിഴിൽ ഞാൻ തമിഴ്നാട്ടിലെ തമിഴ് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു ബാൻഡ്, അത് ശ്രീലങ്ക, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി. എനിക്ക് തീവ്ര എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട്. അപ്പം ഞങ്ങളൊരു 9 പേരുടെ ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അപ്പോൾ ഞങ്ങൾ ശരിക്കും ആ ബാൻഡ് നമുക്ക് തമിഴ്നാട്ടിൽ സെക്കൻഡ് ടൈമാണ് തമിഴ് ആൾക്കാർ, മലയാളികൾ ആരുമില്ല, തമിഴ് മാത്രമായിട്ടൊരു ഷോ ചെയ്യണം. അപ്പം ഞങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് അവിടുത്തെ നമുക്ക് പുലിമുരുകനിലൊക്കെ അഭിനയിച്ച നമ്മുടെ നായിക, അത്രയും വിജയ് സാറിൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ട് ഉള്ള അത്രയും വലിയൊരു ലെജൻഡ് ഫ്രണ്ടിലിരിക്കുന്നു. ഞാൻ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എക്സലൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഷോ അങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് കൂടുതൽ പവർ, മൈലേജ് കിട്ടുക നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള. അത് തന്നെയാണ് നമ്മുടെ ഒരു എനർജി. അതൊരു ഭയങ്കര ഒരു ക്രൗഡിനെ മൂവ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മ്യൂസീഷ്യൻ്റെ ഏറ്റവും വലിയ. അതായത് 2 കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ചില ഫംഗ്ഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മദ്യപിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാർ അവരെ ഡാൻസ് കളിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ചെന്ന് എന്ത് ചെയ്താലും ഞാൻ അനങ്ങില്ല നമ്മുടെ രാജസ്ഥാൻ മാർബിൾസിന്റെ പരസ്യം പോലെ എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമോ ദൈവാനുഗ്രഹമോ അതാണ് കേട്ടോ. നമുക്ക് ഒരു സ്റ്റേജിൽ വന്നാൽ നമുക്ക് അവരെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ കഴിവ് മാത്രമല്ല, അതൊരു പവർ. ദാസാർ പറഞ്ഞ പോലെ ഇത് പവർ ഫ്രം ദ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഓൾമൈറ്റി എന്ന് പറയുന്ന ആ ഒരു പവർ നമുക്ക് വരുന്നുണ്ട്. അതാണ് സംഭവം. ഇപ്പം ഞാൻ താങ്കളെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പൊ കാണുന്ന വ്യക്തിയല്ല, കുറച്ച് നാളത്തെ ഫോട്ടോസിൽ കാണുമ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ. എന്താണ് അതിന്റെ ഒരു രഹസ്യം? അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? അത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ കുറച്ച് വണ്ണം, പ്രത്യേകിച്ച് ഞാനൊരു പെർഫോമർ ആകുമ്പോൾ എന്നെ കൂടുതൽ ആൾക്കാർ സ്റ്റേജിൽ, പ്രത്യേകിച്ച് വയറൊക്കെ ഇങ്ങനെ വെക്കുമ്പം ഈ നമ്മുടെ ഗിറ്റാർ എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ലുക്ക് അങ്ങനെ വരും. അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് വെയിറ്റ് ലോസ് ചെയ്യണം എന്നാൽ ആഗ്രഹിക്കാനുള്ളൊരു കാരണം, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 8 മാസം മുമ്പ് റിമി ടോമിയുടെ ഒപ്പം ഒരു ഷോ അയർലൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിമി ടോമിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തെന്ന് പറയണം. കാരണം ആളുടെ ഡെഡിക്കേഷനും. അപ്പം ഞാനും വിചാരിച്ചു എനിക്കും വണ്ണം കുറയ്ക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അങ്ങനെ ഞാൻ, കാരണം അവിടുത്തെ ഫുഡ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ, കൂടുതലും ഈ നമ്മുടെ മാക്ഡൊണാൾഡ്സും KFC അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ജങ്ക് ഫുഡാണ് എപ്പോഴും. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് അല്ലാതെ ഫുഡ് നമുക്ക് കിട്ടും വീടുകളിൽ, അവർ വളരെ കാര്യമായിട്ട് നമുക്ക് തരാറുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു 60 ദിവസം മിച്ചമായിട്ടുള്ളൂ. ഇപ്പം 15 കിലോ. എത്രയും എത്ര കുറച്ചു? ഞാൻ ആക്ച്വലി അതൊരു വലിയ കണക്കാണ്. ഒരു സെഞ്ചുറിയിൽ നിന്നും ഇപ്പം 83 വന്നു. അത്രയും കുറച്ച് എല്ലാവരും ട്രാൻസ്ഫോർമേഷൻ ആണ്. അല്ല, നമുക്ക് പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിലെല്ലാം ബേസിക് എന്ന് പറയുന്നത്
കമ്മിറ്റ്മെന്റ് ആണ്, ഡെഡിക്കേഷൻ ആണ്, ഡിറ്റർമിനേഷൻ ആണ്. അപ്പൊ ആ ഡെഡിക്കേഷൻ എന്തായിരുന്നു? എങ്ങനെയാണ് തടി കുറച്ചത്? അല്ലല്ല, ഞാൻ ഡെയിലി ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഹെൽത്തി വേ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ആൻസർ ഇല്ല. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു നേരം ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. ഹെൽത്തി വേ അല്ല. അപ്പോൾ പലരും പറയാറുണ്ട് ഹെൽത്തി വേ അല്ല. പക്ഷെ ഞാനത് കുറച്ചിട്ട് പിന്നെ ഇനിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുക. കാരണം ഇനി കൂടാണ്ടുകൊണ്ട് ഇനി കറക്റ്റ് ഹെൽത്തി വേയിലേക്ക് മാറണം. പക്ഷെ ഞാൻ സഡൻ ആയിട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ശരിക്കും ഫുഡ് പാട്ടിണി കിടന്നു, ശരിക്കും അനുഭവിച്ചു. അത് ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഷോസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ്. കാരണം നൈറ്റൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറി നിന്ന് തുള്ളി മടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാതെ വീട്ടിൽ. അത് എൻ്റെ ചോദ്യം. എനർജി വേണ്ടേ നമുക്കൊരു പെർഫോം ചെയ്യണമെങ്കിൽ? എനർജി വേണം. പക്ഷേ ഫുഡ് ഇൻടേക്കില്ലാതെ എങ്ങനെ? പക്ഷെ അത് നമുക്ക് നമ്മളുടെ അപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരും എൻ്റെ ടാർഗറ്റ് തടി കുറച്ച്. ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം രാത്രി എൻ്റെ വിശപ്പ് എനിക്ക് മാറ്റാൻ പറ്റും, പക്ഷേ എൻ്റെ ടാർഗറ്റിലേക്ക് ഞാൻ വീണ് പോകും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ. ഈ പിന്നെ നമ്മളിപ്പോൾ മണിച്ചേട്ടൻ, നാദൃശ, ഇവരൊക്കെ പണ്ടത്തെ ലെജൻസ് ആണ്. ഇവരൊക്കെ ഷോസൊക്കെ ചെയ്യാൻ പോയ കഥകളൊക്കെ ഓരോ സ്ഥലത്ത് വന്ന് ഇങ്ങനെ പറയാറുണ്ട്. അത് ഭയങ്കര തമാശയായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു തമാശ, താങ്കൾ അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും തമാശ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടോ? കഥയല്ല, ആക്ച്വലി കുറേ ഇൻസിഡൻസ് ഉണ്ട് നമുക്ക് രസകരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ മുമ്പേ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നത്തെ ജനറേഷൻ എന്താണ് ആ ഒരു വ്യത്യാസം നേരത്തെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പല കുട്ടികൾക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഒരു കണക്കിന് നമുക്ക് ഷെയിം ആണെന്ന് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഈ അയർലൻഡിൽ ഷോയ്ക്ക് പോയ സമയത്ത് അവിടെ വെച്ചൊരു കുട്ടി UK വെച്ചിട്ട്, ഒരു മലയാളിയാണ്, പക്ഷേ അവൻ ജനിച്ചതും വളർന്നതൊക്കെ UK ആയതുകൊണ്ട് അവൻ കൂടുതൽ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം അപ്പം നമുക്കിങ്ങനെ ഈ ആരും അറിയാതെ പൊട്ടത്തെറ്റാണേലും ഇംഗ്ലീഷ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ ഇവനോടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ ഇവനുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് ഇവൻ എന്നോട് ചോദിച്ചു, ഇന്ന് വൈകിട്ട് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ രാവിലെ ഇവൻ എന്നോട് ചോദിച്ചു, ഫോർ ദ ഈവനിങ് വാട്ട് ഓൾ ദ സോങ്സ് യു ആർ പ്ലാൻഡ്? എന്നാൽ ഞാൻ പറഞ്ഞു, സോ ഓൾറെഡി there are many Keralites, so we will sing some Dasetan special. Okay. ഉടനെ അവൻ എന്നോട് ചോദിക്കുക, ദാസേട്ടൻ? ഹൂ ഈസ് ദാസേട്ടൻ? ആരാന്ന്? ഈശ്വരാ. അപ്പം ഞാൻ അതായത് അവന് യേശുദാസിനെ അറിയത്തില്ല. ഇന്നത്തെ ജനറേഷൻ അവന് യേശുദാസിനെ അറിയത്തില്ല. അപ്പം എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഇവന് യേശുദാസിനെ അറിയത്തില്ലാത്ത മലയാളിയോ? ഞാൻ പറഞ്ഞു ഷെയിം ഓൺ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിച്ചു, then what do you think? We will have some rap styles like Vedan's song. Vedan, he's so great. അവൻ പറയാം വേടൻ. അപ്പോൾ എന്താണ് ഇന്നത്തെ ജനറേഷൻ? ഇന്നിപ്പോ ദാസേട്ടന്റെ പാട്ടുകൾ ആരും കേൾക്കുന്നില്ല എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ന്യൂ ജനറേഷനിൽ. ഞാൻ കേൾക്കുന്നുണ്ട്. അയ്യോ, എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് രസകരമായ കാര്യങ്ങളാണ് ഇത്, ഇന്നത്തെ ജനറേഷനിലേക്കുള്ള ട്രാൻസിഷൻ. അപ്പം നാളുകളിൽ നമ്മൾ ഈ ഇന്നത്തെ കാലത്തുള്ള ഏത് മ്യൂസീഷ്യൻ്റെ പാട്ട് ചോദിച്ചാലും അവർക്കറിയാം. കാരണം ഓരോ കാലഘട്ടം കഴിയും തോറും ഇപ്പോൾ AI ഒക്കെ വന്നേ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മലയാളം പാട്ട് പോലും അറിയത്തില്ലാത്തൊരു സമയത്തേക്ക് നമ്മൾ എത്തപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും ഫാസ്റ്റ് ഫോർവേഡാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ജനറേഷനെ. ഇനിയിപ്പോൾ നാളെ MG ശ്രീകുമാർ ആരെന്ന് ചോദിച്ചാൽ അറിയാത്ത അതെ, ഓരോ കാലഘട്ടത്തിലും പാട്ടുകൾ ഇങ്ങനെ മാറുന്നു. തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസൻ, ഓരോ സമയത്തും ഓരോ ട്രെൻഡാണല്ലോ. അതെ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ AI ഒക്കെ വരവോടുകൂടി സിംഗേഴ്സ് പോലും ഒരു പക്ഷേ എനിക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രൊഫഷൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയറേ ആകാം ഇത്, അല്ലേ? ആ ഒരു എൻ്റെ അവസ്ഥയ്ക്ക് അത് തന്നെയാണ് ശരിക്കും. കാരണം ഇനി എല്ലാം റോബോട്ടിക് ആവുകയാണല്ലോ. നമുക്കിപ്പോൾ ആങ്കർ വന്നു, AI വന്നു, അവതാർ വന്നു, പാട്ടുകൾ അവിടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല, സിംഗറിൻ്റെ ആവശ്യമില്ല. ലോകത്ത് ആരെ കൊണ്ട് വേണേലും എനിക്ക് പാടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ വിതിൻ സെക്കൻഡ്സ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇനി AI സ്വിച്ച് ചെയ്യണം, AI പഠിക്കണം. നമ്മൾ അതാണ് അപ്ഡേഷൻ അനുസരിച്ച് അതിലേക്ക് മാറുക എന്നുള്ളതാണ്. സോങ്ങിൽ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ AI ടെക്നിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഇതിൻ്റെ വീഡിയോ സൈഡ് നമ്മൾ AI സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞില്ല അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ അതിൻ്റെ വെച്ചാൽ നമ്മൾ കേരളത്തിലെ കലയും അർജൻറ്റീനൻ ഫുട്ബോളിനുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യുക. അപ്പം നമുക്കൊരിക്കലും ഇത് കേരളത്തിലും അർജൻറ്റീനയിലുമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് AI അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു പുതിയ എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ കുറേ ട്രോൾ വീഡിയോസ് തമാശയ്ക്കായിട്ട് ഈ ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ഗായകരായി. പക്ഷെ ശരിക്കും പാടുമ്പോൾ ഭയങ്കര രസമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോ ട്യൂണിങ് മ്യൂസിക്കിലുണ്ടോ, ലൈക്ക് ഓട്ടോമാറ്റിക് അല്ല, ഇന്നിപ്പം മെലോഡൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ടെക്നോളജി. ഇപ്പോൾ ഓട്ടോ ട്യൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് വെർഷനാണ്. ഇപ്പം മെലോഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫീല് മാത്രം മതി പാട്ടിന്. നമ്മൾ നോട്ടുകൾ തെറ്റാ പാടുന്നെങ്കിൽ നമുക്ക് പിറക്കി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ടുകളും മെലോഡൈനൊക്കെ ചെയ്ത് ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം കാരണം അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനല്ലേ. നമുക്കിപ്പം എല്ലാം പെർഫെക്ഷൻ. ഇപ്പം ദാസാറ് പാടുമ്പോൾ നമ്മൾ പലപ്പോഴും കൊതിച്ചിട്ടില്ലേ, അതായത് സാറ് ഹൈ പാടിയാലും മിഡ് പാടിയാലും ബേസ് പാടിയാലും നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എല്ലാം സീറ്റാണ് എന്ന് പറഞ്ഞ പോലെ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ അങ്ങനെ ദൈവം ഇങ്ങനെ കഴിഞ്ഞ. ബാക്കി നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ ഇനിയുള്ള കാലത്ത്, കാരണം ഈ ഇപ്പം പാട്ടുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിനൊക്കെയുള്ള ടെക്നോളജീസ് വരണമല്ലോ. എന്താണ് പാട്ടിൽ ഇനി ഒരു ഫ്യൂച്ചർ താങ്കളുടെ ഒരു വീക്ഷണത്തിൽ? ഐ ഡോണ്ട് തിങ്ക്. കാരണം ഇനിയൊരു ഈ ഒരു നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പാട്ടെന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു AI യുഗത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം എല്ലാം അവിടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു സ്റ്റുഡിയോ ഫ്ലോർ ചെയ്തു, എന്തിനാണ് ഒരു മൈക്ക് മേടിച്ചു, ഒരു പാട്ടുകാരനെ വിളിച്ചു, അവരുടെ പേയ്മെൻറ്റ് കൊടുത്തു, സ്റ്റുഡിയോ പേയ്മെൻറ്റ് കൊടുത്തു, ദിവസങ്ങളോളം വെയിറ്റ് ചെയ്തു, മിക്സ് ചെയ്യാൻ കൊടുത്തു, ഇതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. എനിക്ക് 1 മിനിറ്റ് മതിയെന്ന് ഇതുണ്ടാക്കാൻ. ഞാൻ അതിലേക്ക് എത്തി. അപ്പോൾ പിന്നെ വൈ ഷുഡ് ഐ ഗോ ഫോർ എൻ്റെ ഓൾഡൻ സ്റ്റൈൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് മാറും കംപ്ലീറ്റ്ലി. എനിക്ക് തോന്നുന്ന സിനിമകൾ പോലും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടോ, കഥയില്ലേ, വേണ്ട, അതിനും പ്രോംപ്റ്റ് കൊടുത്ത കഥ ഇങ്ങോട്ട് സി. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും ക്രിയേറ്റിവിറ്റി ഒന്നും ഇനി വേണ്ട എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് വരും. അപ്പം ഇനി കാണുന്നവർ ചിന്തിക്കട്ടെ, AI-ലോട്ട് അതോ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. പക്ഷേ ക്രിയേറ്റിവിറ്റി അതിലും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഹൈഡാവും. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന തലമുറ മൊത്തം AI-ന്റെ അണ്ടറിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ടൊരു സാധനം കൊണ്ടുള്ളത് ഉണ്ടാവില്ല. ഒന്നുമില്ല. അതല്ലാത്ത കൊണ്ടുവരുന്നതുകൊണ്ട് താങ്കൾ ഇപ്പോൾ ലെജൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ AI-യുടെ ഹെൽപ്പ് വെച്ചിട്ട് അതിലിനി ലെജൻസ് ആയി മാറാൻ റോബോട്ടിക് ലെജൻസ് വരും. അതായത് നമ്മൾ ഇനി പറയും നമ്മൾക്ക് ഇന്ന റോബോട്ടിനെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയേണ്ട അവസ്ഥ വരും. ഇപ്പം നമ്മൾ ദാസാറിനെ കുറിച്ചും AR റഹ്മാൻ സാറിനെ കുറിച്ചും MG ശ്രീമാറിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ നാളെ ഒരു റോബോട്ടിനെ, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകാമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു, ഒരു ഹോട്ടലിൽ ഒരു റോബോട്ട് ഇരുന്നിട്ട് വയലിൻ വായിക്കുന്നത്. ഭയങ്കര, അതായത് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ലേഡിയുടെ ഷേപ്പിലാണ് അതുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളൊരു വയലിനിസ്റ്റിനെ വിളിച്ചാൽ എത്ര പാട്ട് വായിക്കും ഒരു വയലിനിസ്റ്റ്? ഹാർഡ്ലി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് വായിക്കും. അവൻ പഠിച്ച പാട്ടുകൾ അവൻ വായിക്കും അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ലോകത്തുള്ള ഏത് പാട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അന്നേരം അത് വായിക്കും. അപ്പം എവിടാണ് റിയലിസവും അല്ല റിയാലിറ്റിയും ഇതും തമ്മിലുള്ള വ്യത്യാസം? അതിലേക്ക് എത്തി നമ്മൾ. ഇൻസ്പിറേഷൻ ഇപ്പോൾ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനി, നാളെ കീറ്റാറുമായിട്ട് റോബോട്ട് കാണും, അപ്പോൾ നമ്മുടെ പണി ഇല്ലാതാകുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അതെ, വരാതിരിക്കട്ടെ. താങ്കൾ നമ്മളെല്ലാവരും പറ്റി സംസാരിച്ചപ്പോൾ ഒരാൾ നമ്മുടെ ലൈഫിൽ ഒരു ഗോഡ് ഫാദർ, ഒരു പൊസിഷൻ കൊടുക്കല്ലോ, എസ്പെഷ്യലി ഇൻ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി. താങ്കളുടെ ഗോഡ് ഫാദർ ആരാണ്? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ ഡിവോഷനിലേക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്ത്യൻ ഡിവോഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ശരിയാണ്, കറക്റ്റ്, ആരെങ്കിലും ഒരാൾ കൈ പിടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അന്ന് പൈസ മുടക്കി ആദ്യത്തെ CD, അതൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതൊരു അദ്ദേഹത്തെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് CD ഒന്നും വിറ്റൊന്നും നമുക്കിതിൻ്റെ വരുമാനം പോലും തിരിച്ചു വരില്ല. റിട്ടേൺ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിട്ടും ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് മനസ്സ് കാണിച്ചത് ബിനു അമ്മഞ്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അന്ന് കൈ തന്നുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അത്രയ്ക്കും എനിക്ക് വളരെ നന്ദി ഞാൻ പറയേണ്ട ഒരു വ്യക്തിയാണ്. എന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് കൈ നീട്ടിയ ഒരാളും കൂടെയാണ്. ബിനു അമ്മഞ്ചേരി എന്നാണ് ആളുടെ പേര്. അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ കീഴിൽ ചെയ്തു.
അദ്ദേഹമാണ് താങ്കളുടെ ഒരു ഗോഡ് ഫാദർ. തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് സുമേഷ് കൂട്ടിക്കില്ല. ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഫൈൻ. എങ്ങനെ ഫാമിലി ഇതിന് സപ്പോർട്ടീവ് ആണോ? സാധാരണ കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശത്രു ഫാമിലി എന്നാണ് പലരും പറയുന്നത്. അല്ല, എന്താണെന്നറിയോ, ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാലോ, ഇതിനകത്തൊന്ന് റിട്ടേൺ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. ഇതിന് നമ്മളെപ്പോഴും പൈസ എറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മൾ നടക്കണം, ക്രിയേറ്റിവിറ്റിക്ക് പുറകെ നടക്കണം, ഒന്നും തിരിച്ചു കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആകട്ടെ, ഫാമിലി ആകട്ടെ, ആരാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. കാരണം ഇത് അങ്ങോട്ട് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് ഇല്ല. പക്ഷേ പെർഫോമർ ആയപ്പോൾ ഇതിൻ്റെ പിക്ചർ കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻകം ഉണ്ട്. നമ്മൾ 1 മണിക്കൂർ ഒരു സ്റ്റേജിൽ പോയിട്ട് നിന്നാൽ ഒരു പക്ഷേ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ന് കേരളത്തിൽ ഞാൻ ഏത് ജോലി ചെയ്താലും എനിക്ക് കിട്ടുന്നതിൽ കൂടുതൽ പൈസ ഇന്ന് 1 മണിക്കൂർ സ്റ്റേജിൽ നിന്നാൽ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാകാരനെ വേദിയിലോട്ട് എത്താൻ പറ്റാത്ത ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയല്ലേ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഭയങ്കര കഴിവുണ്ടായിട്ട് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളൊന്നുമല്ല. ഞാൻ ദൈവാനുഗ്രഹം കൊണ്ടും ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ കഴിവുകൊണ്ടും മാത്രം കയറി വന്ന, പക്ഷേ എഫേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നും ഞാനിവിടെ വന്നിരിക്കുമ്പോൾ 3 മണിക്കൂർ ഞാൻ വെളുപ്പിനെ ഇരുന്നിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം അത് എനിക്ക് അടുത്ത മാസം ഞാൻ ചെയ്യാൻ പോകുന്ന ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഇരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും ഞാൻ കീബോർഡിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടേ ഞാൻ പോകാറുള്ളൂ. കാരണം അതെൻ്റെ ഡ്രീമാണ്. എനിക്ക് നാളെ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇന്നിരുന്നേ പറ്റൂ. അപ്പം എനിക്ക് ഒരുപാട് കഴിവുള്ള ആൾക്കാർ അവസരങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട്. അവർ കീപ്പ് ഓൺ ട്രൈയിങ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇന്നിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ട് നമ്മൾ ഒരു TV ചാനലിൽ വന്നാലാണ് നമ്മളെ 4 പേരെ അറിയുള്ളൂ എന്നുണ്ട്. ഇന്നൊന്നും വേണ്ട, ഒരു യൂട്യൂബ് ചാനലോ ഒരു ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മതി, ലോകം മുഴുവൻ അങ്ങ് ചെല്ലുക. അപ്പം നമുക്ക് പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ട്രൈ ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക, നടക്കും. അതിനെനിക്ക് പറയല്ലേ, കീപ് ഫോളോയിങ് ആൻഡ് കീപ് ട്രൈയിങ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. താങ്കളെ വിലപ്പെട്ട, താങ്കൾ ഭയങ്കര ബിസി ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഇന്നാണ് നമുക്ക് ആളെ പിക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. താങ്കളുടെ ലൈഫ് സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആയി മാറട്ടെ. ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുവഴി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഒരു കലാകാരൻ എന്നുള്ള എൻ്റെ ഒരാൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സുമേഷ് കൂട്ടിക്കലിനെ കോൺടാക്ട് ചെയ്യാം. 100% അർഹത, എന്ത് അവസരങ്ങൾ കിട്ടാതെ കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണെങ്കിൽ 100% നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഗോഡ് ഫാദർ ആക്കാൻ പറ്റിയ ആളുകൂടെ ഉണ്ട്. 100%. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് ഗോയിങ്. ഈ ചാനലിന് എല്ലാവിധ സപ്പോർട്ടും, എന്നെ വിളിച്ചതിനും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിനും ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിനും എല്ലാവരോടുമുള്ള അവതാരകനോടും ക്യാമറമാനോടും ഈ ഒരു ചാനലിൻ്റെ ഓൾ ക്രൂവിനോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് ആർജി കിരൺ സൈനിങ് ഓഫ്. ബൈ.